ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ സർവേശ്വരനെ കാണുക, അറിയുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള ശ്രമം ഉപേക്ഷിച്ച് നിസ്സാരമായ ഈ ലോകഭോഗങ്ങൾ നേടാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായിത്തീരും. ഒരു കവി പറയുകയാണ്, നശ്വരാഭോഗം കൊതിച്ചാലാരും അക്ഷരസാരം ഗ്രഹിക്കാം, ക്ലേശിച്ചു നേടേണ്ടത് ഈശ്വരജ്ഞാനമാ നാവരദാനം വരേണ്യം. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഈശ്വരജ്ഞാനമാണ്. ഈശ്വരനെ സംബന്ധിച്ച അറിവ് നമ്മൾ ആദ്യം നേടണം. എന്താണ് ഈശ്വരൻ? എവിടെയാണ് ഈശ്വരൻ? എന്താണ് ഈശ്വരൻ ചെയ്യുന്നത്? ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഈശ്വരജ്ഞാനം നമുക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോകത്തിലെ ഭോഗങ്ങളെക്കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ. ഭോഗം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നത്. ശബ്ദസ്പർശ രൂപ രസഗന്ധാദികൾ അനുഭവിച്ച് സുഖിക്കാം എന്നതിനെയാണ് ഭോഗങ്ങൾ എന്ന് പറയുന്നത്. നശ്വരാഭോഗം, നശിക്കുന്ന ക്ഷണികമായ അല്പസമയത്തേക്ക് മാത്രം ലഭിക്കുന്ന ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നാം ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരാൾക്കും അക്ഷരസാരം ഗ്രഹിക്കാം. അക്ഷരമായ, ഒരിക്കലും ക്ഷയിക്കാത്ത, എന്നും നിലനിൽക്കുന്ന സാരം ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. നശ്വരാഭോഗം കൊതിച്ചാലാരും അക്ഷരസാരം ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ലോകഭോഗങ്ങളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും നമുക്ക് ആത്മാനുഭൂതി നുകരാൻ സാധിക്കുകയില്ല. നശ്വരാഭോഗം കൊതിച്ചാലാരും അക്ഷരസാരം ഗ്രഹിക്കാം, ക്ലേശിച്ചു നേടേണ്ടത് ഈശ്വരജ്ഞാനമാ നാവരദാനം വരേണ്യം. നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയായാലും വളരെ ക്ലേശിച്ചായാലും നേടേണ്ടത് ആത്മജ്ഞാനമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതാണ് ആ വരദാനമാണ്, ഈശ്വരജ്ഞാനമാകുന്ന വരദാനമാണ് വരേണ്യം. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി വരിക്കേണ്ടത്. വരേണ്യമായിട്ടുള്ളത് എന്താണ്? ഈശ്വരജ്ഞാനം. അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകത്തിലെ ബാക്കിയെല്ലാം നമ്മൾ സ്വീകരിക്കുന്നത് യഥാർത്ഥമായ സത്ത്, ഒരു നാരങ്ങയുടെ അതിൻ്റെ സത്ത് ഉപേക്ഷിച്ച് ചണ്ടി സ്വീകരിക്കുന്നത് പോലെയാണ്. അതുപോലെ വൈദ്യുതി ഇല്ലാത്ത ബൾബ് കൊണ്ട് എന്താണ് പ്രയോജനം? വൈദ്യുതി മാത്രമായാലും നമുക്ക് പ്രയോജനം അനുഭവമാകുന്നില്ല. വൈദ്യുതിയും ബൾബും തമ്മിൽ ചേരുമ്പോഴാണ് അതിൻ്റെ പ്രതിഭാസമായിരിക്കുന്ന വെളിച്ചം അനുഭവവേദ്യമാവുക. വൈദ്യുതിക്ക് വെളിച്ചമായി മാറണമെങ്കിൽ ഒരു ബൾബ് കൂടിയേ കഴിയൂ. അതുപോലെ ആത്മസത്ത പ്രതിഭാസിക്കണമെങ്കിൽ ഒരു ഉപാധി കൂടിയേ തീരൂ. ആ ഉപാധിയാണ് നമ്മുടെ ഈ മർത്യദേഹം എന്ന് പറയുന്നത്. ഏറ്റവും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഉപകരണമാണ് മർത്യദേഹം. ഏത് ഇലക്ട്രോണിക് സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിലും മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് കാണുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായി. കാരണം ജപ്പാൻ്റെ സാധനങ്ങൾ വളരെ ഉത്കൃഷ്ടവും നല്ലതുമാണ്. അതുകൊണ്ട് മെയ്ഡ് ഇൻ ജപ്പാൻ ആണെങ്കിൽ അത് ആരും ഏത് വില കൊടുത്തും വാങ്ങുന്നു. അപ്രകാരം ഈശ്വരൻ നിർമ്മിച്ചതാണ് മർത്യദേഹം. ഈ പ്രപഞ്ചത്തിലെ സർവവും ഈശ്വര നിർമ്മിതമാണ്.
അതിലേറ്റവും ഉത്കൃഷ്ടമാണ് ജപ്പാൻ, മെയ്ഡ് ഇൻ ജപ്പാൻ പോലെയാണ് നമ്മുടെ മർത്യദേഹം. ഈ മർത്യദേഹത്തിൽ ഇരുന്നു കൊണ്ട് ആ സർവേശ്വരനെ അറിയുക, ആനന്ദിക്കുക, സുരക്ഷിതരാവുക, തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് ബോധിച്ച് സർവ ദുഃഖങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മോചിതരാവുക. അതിന് പറ്റിയ അവസരമാണ് മനുഷ്യജീവിതം. അതിനായിരിക്കണം നാം ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത്. നശ്വരാഭോഗം കൊതിച്ചാലാരും അക്ഷരസാരം ഗ്രഹിക്കാം. ക്ലേശിച്ചു നേടേണ്ടത് ഈശ്വരജ്ഞാനമാണ്, ആ വരദാനം വരേണ്യം.